ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, എല്ലാവരും കേസരി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എത്ര കേസരി എന്തിനാന്ന് എന്തായാലും ഇത് വരും. ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളത് പറയാതിരുന്നത്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ മുമ്പത്തെ ഒരു പ്രാവശ്യം കൊടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മൾ രണ്ടുപേര് കൊടുത്തുപോകും. ഒരു വാട്ടി ചപ്പാത്തിയും കേസരി ഉണ്ടാക്കി കൊടുത്തില്ല. ഒരു വാട്ടി നമ്മൾ ഒപ്പിട്ട് കൊടുത്തുക്കണം. ഒരു പ്രാവശ്യം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നോമ്പിൽ നമ്മൾ കൊടുത്തുക്കണം. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കൊടുക്കണമെന്ന് പെട്ടെന്നൊന്ന് തോന്നി. അപ്പോൾ എന്തായാലും കൊടുക്കാമെന്ന് ഞങ്ങളോട് വിചാരിച്ചു. അപ്പോൾ അതിനാണ് കേസരി ഉണ്ടാക്കിയത്. ബാക്കി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പാർസൽ ബോക്സ് ചേർക്കുന്നത് വാങ്ങിയിട്ട് ഒരു 4-5 ദിവസം അയക്കുന്നു. നമ്മൾ ആ എടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്ക് ബുദ്ധി വരുന്നവർക്ക് മദ്രസ അല്ല, നമ്മുടെ നോമ്പറക്കുന്ന സമയത്ത് പള്ളിക്ക് ഓരോരോ വീട്ടിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പോകും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അധികം തരിക്കഞ്ഞി അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് പിന്നെ നോമ്പറപ്പിക്കാൻ ആൾക്കാർ വരില്ല, നമ്മൾ അങ്ങോട്ട് പോവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നോമ്പറക്കണ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ വിചാരിച്ചു. നമുക്ക് വിളിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. പക്ഷെ ഈ വിളിച്ചിട്ട് കൊടുക്കണേക്കാട്ടി നല്ലത് എത്രയോ ആൾക്കാർ നോമ്പെടുത്തിട്ട് നമ്മളത് തിന്നാൻ കൊടുക്കുമ്പോൾ അതിൻ്റെതായ കൂടി നമുക്കെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തൊക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ വെറും എന്താ കൊടുക്കുന്നത് ഫസ്റ്റ് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. കേസരി ഉണ്ട് ഇത് ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ വേറെ കൊടുക്കുന്നത് വേറെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സ്, മുന്തിരി ഉണ്ട്, തണ്ണിമത്തനുണ്ട്. അതുമല്ല, അപ്പോൾ നമ്മൾ എന്തായാലും പാർസൽ ബോക്സ് എങ്ങനത്തെയാണ്, പാർസൽ ബോക്സിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ കാണണമെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം ഒരു 4 മണിയായി. ഒരു 5:30 ആകുമ്പോഴത്തേന് നമുക്ക് പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കണം. എവിടെ കൊടുക്കണമെന്ന് വെച്ചാൽ, സന മിയാസ് പഠിക്കണ മദ്രസയിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. എത്ര ആൾക്കാരുണ്ട് നമ്മളടുത്ത്? ഏകദേശം ഒരു 180 ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിനനുസരിച്ച് നമ്മൾ എല്ലാ സംഭവങ്ങൾക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആർക്കും ഇനി കിട്ടാതെ പോണ്ട. ഏതോ ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ട് തികയാതെ പോയത് ഓർമ്മ ഉണ്ടാവും. തികയാതെ പോയത് എന്നിട്ട് ഒരാളെ നിങ്ങളത് ചോദിച്ചപ്പോൾ മനസ്സ് കഷ്ടമായി പോയി പറഞ്ഞില്ല എൻ്റെ അടുത്ത്, പുറത്തുനിന്നോ. അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഗ്രാച്ചിന് ഒരു പണിയുണ്ട്. ഗ്രാച്ച് ഇങ്ങനെ ഉരിച്ചു വെച്ചാലാണ് നമ്മൾ ആ ബോക്സിൽ വേഗം ഈസി ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഫാമിലി ഒക്കെ വേഗം ഉരിങ്ങാൽ പുതിയ കത്തി തന്നിക്കും തണ്ണിമത്തം വെട്ടാൻ. ഒട്ടുണ്ടോ സീക്കറോ വേഗം എന്നിട്ട് വേണം എനിക്ക് വെട്ടാൻ. ആ കത്തിയിൽ എങ്ങനെ ഉണ്ട് നോക്കാൻ. ഞങ്ങൾ ആലോചിച്ച് ചെയ്തിട്ടുള്ളൂ തണ്ണിമത്തരം കിട്ടുള്ളൂ. ഞാനും കഴിച്ചില്ല. നടുവിൽ പള്ളൊക്കെ ഇട്ടൊരു കുത്തു കൊടുക്കും. എന്നിട്ട് കരണ്ടി എടുത്തിട്ട് എടുക്കും എന്നെ ഉള്ളിൽ. കത്തി ഭദ്രം, കൈ പത്രം കത്തി പത്രം അല്ല, കത്തി വാല് മാറി ഉണ്ട്. ഇപ്പൊ എപ്പോഴാണ് ഞാൻ കത്തി എടുത്തു കൊടുക്കുന്നത്. ഏതോ തട്ട് മരുന്ന് ഒന്നിൽ എത്ര പീസ് കണക്കെടുത്താൽ അപ്പൊ അറിയും. അതുമില്ല, നമ്മൾ ആക്കണയിൽ എത്ര പീസ് ഒന്നുമില്ല. ഇത് ഈത്തപ്പഴമാണ്. അത് വേറെ, പിരിച്ചത് വേറെ. അപ്പുറത്ത് മുട്ടുണ്ട്. എല്ലാത്തിനും കാലത്തും എനിക്ക് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ரொம்ப പിടിക്കും. ഈത്തപ്പഴം അതേ ഈത്തപ്പഴത്തിന് എടുത്തത്. നമ്മൾ എന്ന് വാങ്ങണ ഈത്തപ്പഴം കൊണ്ട് കടക്കാരനെ അറിയാവുന്നുണ്ടല്ല. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു തണ്ണിമത്തം വെട്ടിയിട്ടുണ്ട്. അത് ആക്കി കഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇനി ചപ്പാത്തി നമ്മുടെ ബോക്സ് കണ്ട് പാർസൽ ബോക്സ്, അതാണ് നമ്മുടെ പാർസൽ ബോക്സ്. ഇങ്ങനെ ആവുമ്പോൾ ഇതിൽ സാധനങ്ങൾ വെക്കാം, ഈസി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത്.
ഒക്കെപ്പാടെ ഒന്നായി കലരൂലല്ലോ, തനിയെ വെക്കാൻ വേണ്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർസൽ ബോക്സ്. പിന്നെ എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് ഗൈസ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ചപ്പാത്തിക്ക് അധികം കറി ഉണ്ടാവില്ല. അതേമാതിരി കേസരി എന്തെങ്കിലുമൊക്കെ മധുരങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ചപ്പാത്തി തിന്നുക. അപ്പോൾ ചപ്പാത്തി എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ല, നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഒരു സാധനം കൂടി ഇല്ല ഇനി എന്താ ഉള്ളത്? അതത് പിന്നെ നമുക്കുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ പരിപ്പ് വട ഗൈസ്. ഇത് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഇന്നലെയാണ് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വട ചെറുതോ അത്യാവശ്യം കുറച്ച് വലുത് തന്നെയല്ലേ, വലുതാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. സനാക്കും മിയാസിനും ഒരു 5 എണ്ണം, നമ്മൾ 100 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു 5 എണ്ണം കൂടി അധികം തന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഇതാണ്, ചുട്ട ചപ്പാത്തിയാണ് വാങ്ങിയത്. ആദ്യം ഇത് കൊട്ടാലേ. ചപ്പാത്തി നമ്മൾ 200 എണ്ണം വാങ്ങിയിട്ടുണ്ട്. കൊടുക്കുമ്പോൾ ഒരു 2 എണ്ണമെങ്കിലും കൊടുക്കണം, അപ്പോഴാണ് വയറ് നിറയുള്ളൂ. ഇത് ഒരാൾക്ക് ചപ്പാത്തി നോമ്പറന്നതിന് ഒരുപാട് പേർക്ക് വിശപ്പുണ്ടാവും, അപ്പോൾ ഒന്നൊന്നും ശരിയാവൂല. അപ്പം നമ്മൾ ചപ്പാത്തി ഇടാം. വലിയ ചപ്പാത്തി തന്നെയാണ് ഈ ഇവിടുന്ന് വാങ്ങിയതിനെക്കാട്ടിലും വലുതാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അല്ല ഒന്നുമേ ഇല്ലതാ, വെറും പേപ്പർ ചപ്പാത്തി. ഇത് ഒന്ന് തിന്നാലും വെള്ളം അറിയില്ല. അപ്പോൾ 2 വേണം വേണ്ടിയിട്ടാണ് നമ്മൾ 2 വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സംഭവങ്ങൾ. இப்போமா 100 பொண்ணும் இல்லை இருந்தாலும் ஓரளவு 2 சப்பாத்தி அப்படி எடுக்க നടക്കുക നാളെ മുടിക്കും. അപ്പോൾ அப்படி வச்சிடணும். വട അടുത്ത് വട അപ്പുറത്ത് പേച്ചപ്പോൾ ഇതിലെ പൊടി ചപ്പാത്തിയിലെ 2 ചപ്പാത്തി അല്ലാണ്ട് ഫ്രൂട്ട്സ് 2 തണ്ണിമത്ത கொஞ்சம் திராட்சை 3 വെച്ചുക്കോ. തണ്ണിമത്ത ഓക്കെ. അപ്പൊ നമ്മള് പാർസലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചപ്പാത്തി ആക്കണു, സന മൂടി കൊടുന്നു. ചപ്പാത്തിയും വടി ഞാൻ ആക്കുന്നുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ ഒരേമാതിരി ഇടാനോണ്ടേ ചിലപ്പോൾ മറക്കും ഓരോരോ സാധനങ്ങൾ. അപ്പൊ അത് ഞാൻ സൈഡിലാണ് വടിയും ചപ്പാത്തി ഉള്ളത്, ബാക്കിയുള്ള സൈഡില് ബാക്കിയുള്ള ഫ്രൂട്ട്സും ഈത്തപ്പഴമൊക്കെ ഉണ്ട്. ഒരാൾ മൂടിയിരുന്നു. ഏകദേശം എത്രയായിട്ടുണ്ടാവും? ഒരു 50 ആയിട്ടുണ്ടാവില്ല. ഈ ചപ്പാത്തി കണക്ക് വെച്ചാൽ മതി. 150 നിർത്തുമോ? അപ്പോൾ നമ്മളങ്ങടെ പാർസലുകളൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട്. എന്താ സംഭവം ചോദിച്ചാൽ കറക്റ്റാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഏതോ ഒന്നിലൊരു മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട്. നമ്മൾ 99 മൂടിയേ 99 മൂടിയുള്ളൂ. 100 ഡപ്പ വാങ്ങിയതാണ് നമ്മൾ. അതിലൊരു മൂടി കാണാനില്ല. ഇനിയിപ്പോൾ ഈ കുട്ടികളാണ് ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ. അപ്പം ഇനി അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ആയിക്കണ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് മുതൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇത് നമ്മൾ ആക്കിയിട്ടുള്ളത് ചോദിച്ചാൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഫ്താർ ബോക്സ്. അതിൻ്റെ പേര് ഇഫ്താർ ബോക്സ് തന്നെ. നമ്മളങ്ങനെ പാർസലൊക്കെ ഫുള്ള് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഉണ്ടാക്കിയുടെ കേസരി മാത്രം കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അതെന്തായാലും കുട്ടികൾക്ക് കൊടുത്താൽ നോമ്പെടുക്കുമ്പോൾ ഏകദേശം ശരിയായി പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്താ ബോക്സിലുള്ളത് ചോദിച്ചാൽ ഒരു വട, 2 ഈത്തപ്പഴം, 2 ചപ്പാത്തി, കുറച്ച് കേസരി, കുറച്ച് തണ്ണിമത്തനും, ഒരു 5-8 മുന്തിരി ഉള്ളത് വെച്ച് എല്ലാവർക്കും 99 ബോക്സ്. 100 ബോക്സ് ആയിരുന്നു കണക്ക്. പക്ഷെ ഒരു ബോക്സിൻ്റെ മൂടി മിസ്സിങ് ആണ്. ഒരു തന്നതിൽ മിസ്സിങ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കടക്കാരല്ല, കടക്കാർക്ക് ഇങ്ങനെ പാർസൽ വരും, അവരിങ്ങനെ ആക്കി കൊണ്ടുവരിക. ഇത് മിസ്സായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ 99 100ൻ്റെയും എമൗണ്ട് ആയിരിക്കും നമ്മളെ അടുത്ത് വാങ്ങിയിട്ടുണ്ടാവുക. മൂടി മാത്രം ഒന്ന് മിസ്സായിട്ടുണ്ട്. അത് തൽക്കാലം എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ 100 എണ്ണം കണക്കാക്കിയതാണ്. ഒരു കവർ വെച്ച് കെട്ടിയിട്ട് എന്തായാലും അത് കൊടുക്കുക. ഉസ്താദ്മാരെടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അവർ കൊടുക്കുക, എന്താ ചെയ്തോട്ടെ. അതെന്തായാലും ഇവിടെ വീട്ടിൽ വെക്കണില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇഫ്താർ ബോക്സിൽ നമ്മുടെ വക പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം ഇത് ഏകദേശം 2 ഡിവൈഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പകുതി ഒന്നിക്കും പകുതി ഇനിയൊരു പള്ളിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 മദ്രസയിൽ ഒരു പഠിച്ച കാര്യം കൊണ്ട് 2 മദ്രസയ്ക്കും ആൾക്ക് പാതി എന്ന് പറഞ്ഞാൽ 50-50 പങ്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളും ഇതേമാതിരിയൊക്കെ നമ്മുടെ പള്ളിക്കും
നോമ്പറക്കാൻ പള്ളികൾക്കും മദ്രസകൾക്കൊക്കെ അതേമാതിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ആ ഒരു നോമ്പ് തുറക്കി എത്രയാണ് ചിലവ് വരുന്നത് ആ എമൗണ്ട് കൊടുക്കലാണ് കണ്ടിട്ടുള്ളത്. ചിലവർ ഇപ്പോഴും ആ പഴയ കാലത്ത് ഇത് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമ്മളിവിടെ ഞാൻ വന്നിട്ട് ഇതോടെ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം വിട്ടതാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും കൊടുക്കാനായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 80 ഒരു 100 പക്കത്തോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ஹாஸ்பிட்டலுக்கு இருந்து வந்துட்டு நம்மள மியாஸுக்கு நோம் டைம் ஹாஸ்பிட்டலுக்கு சுற்றிட்டு இருக்குல்ல, மியாஸுக்கு ஹாஸ்பிட்டலுக்கு காமிச்சிட்ருக்குல்ல போன வருஷம். അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ മിസ്സിങ് ആയത് ഇപ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വർഷം കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം മിസ്സിങ് ആകുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം കൂട്ടി കൊടുക്കും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക, ഷെയറും ചെയ്യുക, അപ്പോൾ എല്ലാവർക്കും ലൈക്കും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.